നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ജനുവരി മാസത്തെ വിഹിതം 3200 രൂപയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ വിതരണം ആരംഭിച്ചിരുന്നത്. 23-ാം തീയതി മുതൽ വിതരണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. കുടിശ്ശികയായിട്ടുള്ള ഒരു ഗഡുവും അതോടൊപ്പം തന്നെ ജനുവരി മാസത്തിൽ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള വിഹിതവും ചേർത്താണ് 3200 രൂപയുടെ വിതരണം ആരംഭിച്ചത്. ഇതിന്റെ രണ്ടാം ഘട്ടമാണ് നാളെ മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കുന്നത്. കൈകളിലേക്ക് തുക ലഭിക്കുന്ന ആളുകൾക്ക് പല മേഖലകളിലേക്കും ഉദ്യോഗസ്ഥർ എത്തിച്ചേരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ തുക വിതരണം നാളെ മുതൽ വീണ്ടും പുനരാരംഭിക്കുന്നതായിരിക്കും. ഇതോടൊപ്പം തന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ലഭിക്കുന്നവരുണ്ട്. അതായത് 300 രൂപ അല്ലെങ്കിൽ 500 രൂപ ഒരു പെൻഷൻ ഗഡുവായിട്ട് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് സംസ്ഥാന സർക്കാരിന്റെ വിഹിതമാണ് ആദ്യം ലഭിച്ചിട്ടുള്ളത്. 1300 ഒക്കെ ലഭിച്ചവരുണ്ട്. ഇനി 1100 ലഭിച്ചവരുണ്ട്. അവർക്ക് ബാക്കി വരുന്ന 500 അല്ലെങ്കിൽ അവർക്ക് ബാക്കി വരുന്ന 300 രൂപയൊക്കെ നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ്. ഈ തുകയുടെ വിതരണവും നാളെ മുതലൊക്കെ ആരംഭിച്ചേക്കും. ഒരാഴ്ചയോളമൊക്കെ താമസമെടുത്താണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നത്. ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ധനസഹായം എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ ആധാറുമായി സീഡ് ചെയ്തിട്ടുള്ള നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ഏതാണ് എന്ന് ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഗൂഗിൾ ക്രോം വഴി ഇത് പരിശോധിക്കുന്നതിന് വേണ്ടി സാധിക്കും. ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് എന്നൊരു കാര്യം നമ്മളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലിങ്ക് കാണാൻ സാധിക്കും. ഇതിൽ കൃത്യമായിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഇത് പരിശോധിക്കാൻ അറിയത്തില്ലാത്തവർക്ക് വേണ്ടി മുൻപ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. കമൻറ്റ് ബോക്സ് ഒന്ന് നോക്കി ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സീഡിംഗ് സ്റ്റാറ്റസ്, ഏത് ബാങ്ക് അക്കൗണ്ടാണ് നമ്മളുടെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വരുന്നത് എന്ന് കൃത്യമായിട്ട് അതിലൂടെ അറിയാൻ സാധിക്കും. ഇതിൽ അക്കൗണ്ട് കാണിക്കുന്നില്ല എങ്കിൽ അതൊരു പ്രശ്നമാണ്. അക്കൗണ്ട് സീഡ് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കുക. നിലവിൽ 62% ആളുകൾ മാത്രമാണ് ജനുവരിയിലെ റേഷൻ വാങ്ങിയിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ സമരം കൂടി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ റേഷൻ വിതരണം പൂർണ്ണമായിട്ടും മുടങ്ങുന്നതിനാണ് സാധ്യത. റേഷൻ വ്യാപാരികൾ ഉൾപ്പെടെ സമരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കേന്ദ്ര സർക്കാർ റേഷൻ അരിക്ക് പകരം അതിനുള്ള ക്യാഷ് അക്കൗണ്ടിലേക്ക് നൽകുന്ന ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കുന്നതായിട്ട് അറിയിച്ചിരുന്നു. അതിൽ സംസ്ഥാനത്തിൻ്റെ എതിർപ്പ്, റേഷൻ വ്യാപാരികളുടെ ഒരു വലിയ എതിർപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ റേഷൻ വ്യാപാരികൾ ഇതിനെതിരെ കൂടി സമരത്തിലേക്ക് കടക്കുന്നത്. അതോടൊപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിൽ റേഷൻ വ്യാപാരികൾക്ക് വിതരണ കരാറുകൾക്ക് ലഭിക്കാനുള്ള വിവിധ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ വേതന വർധനവ്, ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഉന്നയിച്ചു കൂടിയാണ് ഈ സമരം നടത്തുന്നത്. അനിശ്ചിതകാല സമരത്തിലേക്ക് പ്രവേശിക്കുമെന്ന കാര്യങ്ങളിൽ തീരുമാനമില്ല. ഇതൊരു സൂചന പണിമുടക്ക് എന്ന രീതിയിൽ വരാനായിരിക്കും സാധ്യത. സംസ്ഥാന സർക്കാർ വിവിധ സംഘടനകളുമായിട്ട് അതോടൊപ്പം തന്നെ വ്യാപാരികളുമൊക്കെ ആയിട്ട് ചർച്ച നടത്തുന്നുണ്ട്. ആ ചർച്ച വിജയിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനത്ത് വീണ്ടും റേഷൻ വിതരണം പൂർണ്ണതോതിൽ തന്നെ പുനരാരംഭിക്കുന്നതായിരിക്കും. നിലവിൽ 27-ാം തീയതി മുതൽ റേഷൻ വിതരണം മുടങ്ങുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, BPL AY റേഷൻ കാർഡിൽ പേരുള്ള എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മളുടെ മസ്റ്ററിങ് ഇനിയും ചെയ്യാനുള്ളവർക്ക് മാർച്ച് മാസം വരെയൊക്കെ തീയതി ദീർഘിപ്പിച്ച് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ആരെങ്കിലുമൊക്കെ മസ്റ്ററിങ് ചെയ്യാനുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുകയും വേണം. കിടപ്പ് രോഗികളുടെ മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടത്തുന്നുണ്ട്. പല മേഖലകളിൽ ക്യാമ്പുകൾ സജ്ജീകരിച്ചും മസ്റ്ററിങ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. ഇനി വിദേശത്ത് ആയിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താൽക്കാലികമായിട്ട് ഇളവുകളുണ്ട്. നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം മാത്രം ഇത് ചെയ്താൽ മതിയാകും. പക്ഷേ അവർക്ക് ലഭിക്കേണ്ട ഭക്ഷ്യവിഹിതം ചിലപ്പോൾ കുറവ് വരാൻ സാധ്യതയുണ്ട്. ഇനി മറ്റ് സംസ്ഥാനങ്ങളിൽ ആയിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആ പ്രദേശത്തുള്ള റേഷൻ കടകൾ വഴി മസ്റ്ററിങ് ചെയ്യുന്നതിനുള്ള സംവിധാനം കേന്ദ്ര സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും പഠിക്കുന്നവർക്കും ഈ നിയമം ബാധകമായിരിക്കും. ഇനി വിദേശ രാജ്യങ്ങളിലായിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ നാട്ടിലെത്തിയ ശേഷം മാത്രം മസ്റ്ററിങ് ചെയ്താൽ മതിയാകും. അവർക്ക് ഇളവുകൾ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവർ മസ്റ്ററിങ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് ലഭിക്കേണ്ട ഭക്ഷ്യവിഹിതം കുറവ് വരാൻ സാധ്യതയുണ്ട്. ആ രീതിയിലാണ് സർക്കാർ അറിയിപ്പ് നൽകിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.